നമ്മളിൽ ഭൂരിഭാഗം പേരും ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? ഇത് കാണുന്ന 90s കിഡ്സ് ഉണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് നിങ്ങൾ 5 രൂപ 10 രൂപ ചേർത്ത് വെച്ച് ഗെയിം സെന്ററിൽ പോയി കളിച്ചിരുന്നതൊക്കെ ഓർമ്മയില്ലേ? വല്ലാത്തൊരു നൊസ്റ്റാൾജിയ തോന്നുന്നില്ലേ? ഒരു ഗെയിം കളിക്കുമ്പോൾ ഓരോ ലെവൽ കഴിയുമ്പോഴും ഇൻട്രസ്റ്റ് കൂടി വരാറില്ലേ? പക്ഷേ അവസാനത്തെ ലെവലുകൾ ബാലികേറ മല പോലെ പ്രയാസപ്പെട്ട് ഗെയിം അവസാനിപ്പിക്കേണ്ടി വരുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. പക്ഷേ ഇത്തരം ഗെയിമിന്റെ അവസാനം എന്തായിരിക്കുമെന്ന ആകാംക്ഷ നിങ്ങൾക്കില്ലേ? അത്തരം ചില ഗെയിമുകളുടെ എൻഡിംഗ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫ്ലാപ്പി ബേർഡ്. ഈ ഗെയിം കളിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം. പക്ഷേ 18 ലെവലിന് മുകളിൽ പോകാൻ വല്ലാതെ പാടുപെടും. ഏതവനാടാ ഈ ഗെയിം ഉണ്ടാക്കിയതെന്ന് അറിയാതെ ചോദിച്ചു പോകും. ഈ ഗെയിമിന്റെ എൻഡിംഗ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഗെയിം ഡെവലപ്പ് ചെയ്ത ആളെ പരിചയപ്പെടാം. ഡോങ് ഗുയൻ എന്ന വിയറ്റ്നാംകാരൻ വെറും 2 ദിവസം കൊണ്ടാണ് ഈ ഗെയിം ഡിസൈൻ ചെയ്തത്. ആദ്യം ഫ്ലാപ്പ് എന്ന പേരായിരുന്നു പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തത്. പക്ഷേ ആ പേര് ആദ്യം തന്നെ രജിസ്റ്റർഡ് ആയിരുന്നതിനാൽ പിന്നീട് പേര് മാറ്റി ഫ്ലാപ്പി ബേർഡ് എന്ന് വെച്ചു. ആദ്യ ആഴ്ച റെസ്പോൺസ് കുറവായിരുന്ന ഗെയിം ഒരാഴ്ചയ്ക്കപ്പുറം വൈറലായി ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. അതിന് കാരണം ഈ പറഞ്ഞ ഗെയിമിന്റെ ഡിഫിക്കൽട്ടി തന്നെയായിരുന്നു. ഗെയിമിന്റെ എൻഡിംഗ് എന്താണെന്നുള്ള ആകാംക്ഷയില്ല ഇപ്പോൾ പറയാം. ഈ ഗെയിമിന്റെ എൻഡിംഗ് പോയിന്റ് എത്രയാണെന്നറിയാമോ? 1000. ഈ പോയിന്റിൽ എത്തുക എന്നാൽ അത്ര നിസ്സാര കാര്യമല്ല. 1000ാമത്തെ പോയിന്റ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരാൾ പൊങ്ങി വരുന്നത് കാണുന്നില്ലേ? അവനാണ് സൂപ്പർ മാരിയോ. പൊന്തി വരുന്നത് മാത്രമല്ല, അവൻ നമ്മുടെ നേരെ ഗുണ്ടുമെറിയും. നമ്മൾ മാറി രക്ഷപ്പെടാൻ നോക്കും. അപ്പോൾ കളിച്ചതൊക്കെ മതി എന്ന മട്ടിൽ അവൻ പെട്ടെന്ന് തലയിലേക്ക് എടുത്തു ചാടും. ഇത്ര നേരം ഓടി വന്നത് ആ ഒറ്റ നിമിഷത്തിൽ വേസ്റ്റായി പണി വാളിപ്പോകും. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ഡക്ക് ഹണ്ട്. ഈ ഗെയിം നിങ്ങൾ ഇതുവരെ കളിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തെരഞ്ഞു പിടിച്ച് കളിക്കൂ. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഗെയിമാണിത്. ഈ ഗെയിമിൽ ഒരു നായക്കുട്ടി ഉണ്ടായിരിക്കും. ഈ നായക്കുട്ടി അവന്റെ അടുത്തുള്ള പുൽത്തകിടിയിലേക്ക് ഇര പിടിക്കാനായി ചാടി നോക്കും. പുൽത്തകിടിക്കുള്ളിൽ ഒരുപാട് വാത്ത താറാവുകൾ ഉണ്ടായിരിക്കും. അവ പറക്കാൻ ആരംഭിക്കും. അങ്ങനെ പറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നോ? കയ്യിലുള്ള തോക്ക് വെച്ച് അവയെ വെടിവെച്ച് നായക്കുട്ടിയെ സഹായിക്കണം. ടപ്പേ എന്ന് വാത്തകളെ വെടിവെച്ചിട്ടാൽ നായക്കുട്ടി അവയെ പിടിച്ച് സന്തോഷത്തോടെ പൊങ്ങി വന്ന് നന്ദി പറയും. അഥവാ വെടികൊള്ളാതെ വാത്ത രക്ഷപ്പെട്ടാൽ നായക്കുട്ടി പല്ലുരുമിച്ച് കളിയാക്കി പൊങ്ങിവരും. ഈ ഗെയിം എൻഡാകുന്ന 100ാമത്തെ ലെവലിൽ ആകാശത്തിലൂടെ ഒരുപാട് വാത്തകൾ പറക്കാൻ ആരംഭിക്കും. ഇത്രയും വാത്തകളെ എങ്ങനെ നിമിഷ നേരം കൊണ്ട് വെടിവെക്കും എന്നാലോചിച്ച് നമ്മുടെ തല ഇറങ്ങിപ്പോകും. അപ്പോഴും ആ നായക്കുട്ടി പല്ലിറുമി കുലുങ്ങി ചിരിച്ച് കളിയാക്കും. ദേഷ്യം കൊണ്ട് ജോയ്സ്റ്റിക്ക് തല്ലി പൊട്ടിക്കുന്ന തരത്തിലേക്ക് ഈ ഗെയിമിന്റെ എൻഡിംഗ് ആളുകളെ കൊണ്ടുപോകും. ടീറെക്സ് ഗെയിം. ഓ മൈ ഗോഡ്! ഈ ഗെയിം കളിക്കാത്തവരും കാണാത്തവരുമായി ലോകത്താരും തന്നെ ഉണ്ടാകില്ല. കാരണം നമ്മൾ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ കട്ട്